ഖൽബിന്റെ രോഗത്തിന് കസുവത്ത് മാറാനുള്ള ചികിത്സ എപ്പോഴും മുറുകെ പിടിക്കണം. ദവാഉ ഖൽബിക ഖംസുൻ മിൻദ ഖസുവതിഹി. നിന്റെ ഖൽബ് മരവിപ്പ് വരുമ്പോഴൊക്കെ നീ നിത്യമായി അതിന്റെ ചികിത്സ കൊടുക്കണം 5 എണ്ണം. ഫദും അലൈഹാ തഫുസ് ബിൽ ഖൈരി വല്ലഫരി. അത് ഒരു ദിവസം പോരാ, ദായിമായി കൊണ്ട് നടക്കണം, എന്നും കൊണ്ട് നടക്കണം ആ ചികിത്സ. ഒന്ന് ഖലാഉ ബത്നിൻ, നിന്റെ പള്ള നീ കാലിയാക്കലാണ്. 3 തരം കാര്യങ്ങൾ അതിൽ വിവക്ഷിച്ചിട്ടുണ്ട്. ഒന്ന്, ഇടക്കിടക്ക് നീ വിശപ്പനുഭവിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് നോൽക്കലാണ്. മറ്റൊന്ന്, ഹറാമായ ഒന്നും പള്ളിയിലേക്ക് ചേർക്കാതെ പള്ള കാലിയാക്കലാണ്. അല്ലെങ്കിലോ ഭക്ഷണം കഴിക്കുന്ന നീ വിശപ്പ് അറിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കലാണ്. ഇത് 3ഉം ഇഖ്ലാഉൽ ബത്ൻ, പള്ള കാലിയാക്കാന്നതിന്റെ പിന്നിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്തിനോട്, പല സ്വഹാബിമാരോടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ ഒരു 3 നോമ്പ് നോൽക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തില്ലേ? ആ വസിയത്ത് സ്വീകരിച്ച് ഏറെക്കാലം നോമ്പ് നോറ്റ മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാസത്തിൽ ഒരു 3 നോമ്പ്. അത് പള്ള കാലിയാക്കൽ ഒരു പ്രക്രിയ അതിലുണ്ട്. അവരെല്ലാം തന്നെ ശ്രദ്ധിക്കും. എന്നാലൊന്നുകൂടി ഹറാമായതൊന്നും ചേർക്കാതെ കുടിക്കാതെ പള്ള കാലിയാക്കുക. വിശപ്പ് അനുഭവിച്ച ശേഷം ഭക്ഷണം കഴിക്കുക. ഇന്ന് അങ്ങനെ അറിയാം. കുട്ടികൾക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല. അവരെന്തോ ഒരു പത്രത്തിന്റെ പേരായിട്ട് കൂട്ടുന്നത്. അങ്ങനെ ഒന്ന് തീരുമ്പോഴേക്കല്ലേ അടുത്ത് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മണിക്കൂർ കണക്കിന് വരില്ലേ. മറ്റൊരു കാര്യം, ഖുർആനുൻ തദബ്ബറഹു, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആനോദലാണ്. ഞാൻ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞില്ലേ 16-ാം വചനത്തിന്റെ അർത്ഥം. എല്ലാവരും അത് ചിന്തിച്ചിടക്കിടക്കെ ഓതി നോക്കുക. അലം യഅനിലില്ലദീന ആമനു, ഞാനൊരു മൂമിനാണ്, എനിക്ക് നേരമായിട്ടില്ലേ എന്ന് ചിന്തിക്കുക. അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ എന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ, മനസ്സിനെ ഒന്ന് ഭക്തിയുള്ളതാക്കാൻ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹ് ഇറക്കിയ സത്യമാകുന്ന ഖുർആനിലേക്ക് മനസ്സ് തിരിക്കാനും എനിക്ക് നേരമായിട്ടില്ലേ. അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത് മനസ്സിന്റെ കടുപ്പം മാറ്റിക്കളയും. കദാ തളർറുബാ കിൻസാഹതസ്സഹരി. 3-ാമത്തെ കാര്യം, അത്തായത്തിന്റെ നേരത്ത് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് അത്തായത്തിന്റെ നേരത്ത് നല്ല ഉണർവോടെ എണീറ്റ്, ചുരുങ്ങിയ നേരമാണെങ്കിലും നിന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങൾ ആലോചിച്ചിട്ടല്ല, പരലോകത്തുള്ള വിഷയങ്ങൾ ആലോചിച്ച്, ആഖിറത്തിലേക്ക് പോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് റബ്ബിന്റെ സവിധത്തിൽ നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുക. 4-ാമത്തെ കാര്യം, കദാ ഖിയാമുക ജുൻഹൽ ലൈലി ഔസതഹു, രാത്രിയിലെ നല്ലൊരു ഭാഗം, ഇരുൾമുറ്റിയ ഭാഗം, അതിന്റെ മധ്യഭാഗത്ത് നീ എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. 2 റക്അത്തെങ്കിലും എന്നും പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുടങ്ങരുത്. കഴിവിന്റെ പരമാവധി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒറ്റ രാത്രിയിലും മുടങ്ങാത്തൊരു വിഷയമാണ്. മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്തപ്പോഴും അന്തിപ്പാതിര നേരത്ത് 11 റക്അത്ത് അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് തങ്ങളുടെ തഹജ്ജുദും. ആ തഹജ്ജുദ് നീട്ടി നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കരിച്ചത് തന്നെയാണ് വിത്റും, അത് തന്നെയാണ് തഹജ്ജുദും. ഇരിക്കട്ടെ, ആ നേരത്ത് നിസ്കരിക്കുക ഖൽബിനെ നന്നാക്കുന്ന കാര്യമാണ്, ഖസ്വത്ത് മാറ്റുന്നതാണ്. വഅൻ തുജാലിസ അഹ്ലൽ ഖൈരി വൽ ഖബരി, നല്ല സദസ്സ് ഒന്നും വിടണ്ട. നല്ലവര് പങ്കെടുക്കുന്ന മജ്ലിസ്, എല്ലാ മജ്ലിസിലും പങ്കെടുത്തോളൂ. നല്ലത് പറയുന്ന സദസ്സ് ഒന്നും വിടണ്ട. നല്ലവര് കൂടുന്ന സദസ്സ് ഒന്നും വിടണ്ട. ഈ 5 കാര്യങ്ങളും ഖൽബിന്റെ ഖസ്വത്തിനുള്ള ചികിത്സകളാണ്. അതൊക്കെ സ്വീകരിച്ച് ഭൂമിയെ അല്ലാഹ് സജീവമാക്കുന്നത് പോലെ കരിഞ്ഞുണങ്ങിയ നമ്മുടെ ഖൽബ്, ദോഷം ചെയ്തിട്ട് കറുത്തുപോയ ഖൽബ്, ആ ഖൽബിനെ നന്നാക്കാനുള്ള ചികിത്സകൾ സ്വീകരിച്ചിട്ട് ഖൽബ് നന്നായി സ്വീകരിക്കുന്നവരിൽ, നന്നായി മരിക്കുന്നവരിൽ അല്ലാഹ് നമ്മളെ ചേർത്തി തരട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഇതിന് സബബാക്കി തരട്ടെ.